പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം സംസ്ഥാനത്ത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് നിലനിൽക്കെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ചുവടുമാറ്റം. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 220 അധ്യയന ദിവസവും 1100 മണിക്കൂർ പഠന സമയവും ആവശ്യമാണ്. ഇത് പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നാളെ മുതൽ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും. വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് അധിക പഠന സമയം. 9:45 ആരംഭിക്കുന്ന ക്ലാസുകൾ 4:15 അവസാനിക്കും. ദിവസേന 75 മിനിറ്റ് ഇടവേള നിലനിർത്തി 8 പീരിയഡുകളോടെയാണ് മാറ്റം. ഒപ്പം UP വിഭാഗത്തിന് 2 ശനിയാഴ്ചകളും ഹൈസ്കൂൾ വിഭാഗത്തിന് 6 ശനിയാഴ്ചകളും അധിക പ്രവൃത്തി ദിനമായിരിക്കും. UP വിഭാഗത്തിന് 200 അധ്യയന ദിവസങ്ങൾ ആവശ്യമായിരിക്കെയാണ് അധിക ക്ലാസുകൾ. തുടർച്ചയായി 6 ദിവസങ്ങൾ പ്രവൃത്തി ദിനമാകാത്ത രീതിയിലാണ് ഈ ക്രമീകരണം. പുതിയ സമയക്രമത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ മുഖ്യമന്ത്രിയോടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഉത്തരവ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്നും വകുപ്പ് വ്യക്തമാക്കുന്നു. നിലവിലെ മാറ്റം പിൻവലിക്കേണ്ടതില്ലെന്നും പരാതി വന്നാൽ പരിശോധിക്കാമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.